അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ജബ്ബാർ മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തത്. ഈ വിഷയ സംബന്ധമായി അദ്ദേഹം ലൈവായി പറയുന്ന അന്നിട്ടോ മരിച്ചുപോയി റഹിമഹുല്ല റഹ്മത്തൻ വാസിയ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ ആരോപണം, അതായത് 12 കൊല്ലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുതൂഹലപൂർണമായിട്ടുള്ള ഈ വ്യാജ പ്രചരണം ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് നടന്നതാണ്. അദ്ദേഹത്തിന് അതിൽ പറയാനുള്ള കാര്യങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്. അതെല്ലാവരും ആദ്യാവസാനം ഒന്ന് കേൾക്കണം. ഇതൊക്കെ ഒന്ന് മാന്തി പുറത്തിട്ടിട്ട് ഇത് ഇവിടെ നടന്നു പോയിട്ടുള്ള സംഗതികളുടെ വസ്തുത എന്തെന്ന് ജനങ്ങളൊന്ന് ബോധ്യപ്പെടട്ടെ. സത്യാന്വേഷികളെ മുമ്പിൽ ഇതൊക്കെ സമർപ്പിക്കാൻ സമയമായി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ബറകല്ലാഹു ഫീക്കും അജ്മഈൻ. ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് താങ്കൾക്ക് വാദമുള്ളതായി കേൾക്കുന്നു. സത്യത്തിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. പലരും ചോദിക്കാതെ ഉദ്ദേശിക്കാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആരോട് പ്രാർത്ഥിക്കുന്ന ശിഷ്ടാണ്. പിന്നെന്ത് ജിന്ന് സൃഷ്ടിയല്ലേ? ഏത് സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എവിടേക്കും പറഞ്ഞു. എങ്കിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെ എന്ന് പറയുന്നത് സഹായം ചോദിക്കാമോ? ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്നോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയത് കാണിച്ചു തരാൻ കഴിയുമോ? അങ്ങനെ സഹായം ചോദിക്കണമെന്ന് അല്ലെങ്കിൽ സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് വേറെ, അത് വിഷയം വേറെ. അതൊരു മുസ്ലിയാരുമായുള്ള എഴുത്തുകളിൽ അത് എപ്പോഴാണ് പ്രാർത്ഥന അല്ലാതാവുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തായിരിക്കും? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചോദിക്കട്ടെ, ജിന്നുകളോട് സഹായം തേടാമെന്നെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടില്ല. സഹായം തേടാമെന്ന്, സഹായം ആവശ്യപ്പെടാമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. അതാ പറയുന്നത്, അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിയാവട്ടെ, ഏതൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥന ആവുന്ന രൂപത്തിലുള്ള സഹായാർത്ഥന പാടില്ല. അത് തിക്കാകുന്നു. ഏത് സൃഷ്ടിയാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, മറ്റേതും ആവട്ടെ, അതേ പ്രകാരം ജിന്നുകളോട് അദൃശ്യ ജീവികളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അതും എഴുതിയിട്ടില്ല. അങ്ങനെ ചോദിക്കാമെന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ സഹായം ചോദിക്കണം, അത് ചോദിക്കേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്തത് വെറുതെ ഇങ്ങനെ ആരോപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എഴുതിയതായി കാണിച്ചു തരാൻ സാധ്യവുമല്ല. ഒരു മനുഷ്യൻ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയാൽ, യാ ഇബാദല്ലാ അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ, മലക്കുകളെ, ജിന്നുകളെ, നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് പറയാമെന്ന് താങ്കൾ എഴുതിയിട്ടുണ്ടോ? താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ, അങ്ങനെ ജിന്നുകളെ, മലക്കുകളെ ആരെങ്കിലും വിളിച്ചിട്ട് സഹായം ചോദിക്കാം എന്നോ, അങ്ങനെ സഹായം ചോദിക്കാം എന്ന് എവിടെ എഴുതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സഹായം ചോദിക്കാം ശിർക്കാവുന്നത് എപ്പോഴേ, അല്ലാത്തത് എപ്പോഴേ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് എന്നല്ലാതെ സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അത് ദുർവ്യാഖ്യാനം. അപ്പോൾ പിന്നെ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച്, അങ്ങനെ ഇബാദല്ലാ അഈനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷകൾ ചോദിക്കുന്നുണ്ട്. അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിൽ നിങ്ങൾ എന്തിനാ ഇത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുണ്ടിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ. ഞാൻ ഇസ്ലാഹിൽ പ്രസ്തുത ലീഗില് 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിലെ ഈ ലേഖനമാണ് വിവാദ വിഷയമാക്കിയിട്ടുള്ളത്. ആ ലേഖനത്തിൽ ഞാൻ ചോദിക്കുന്നു, ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നതിൽ എഴുതിയത്?
കാണിച്ചു തരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സഹായം ചോദിക്കണമെന്ന് എഴുതിയത് കാണിച്ചു തരാൻ സാധിക്കുമോ? ശിർക്കാവുന്നത് പ്രാർത്ഥനയാവുന്നത് എപ്പോഴും അല്ലാത്തപ്പോൾ എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് ആ സംസാരിച്ച ആളുമായുള്ള എഴുതിയ ആളുമായുള്ള ഒരു ചർച്ചയിൽ വന്ന വിഷയമാണ്. എന്നല്ലാതെ ഇങ്ങനെ സഹായം ചോദിക്കണമെന്നോ അവിടെ പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ആ ഹദീസിനെ കുറിച്ച് അതിൽ ഉദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ, ആ ഹദീസ് 2-3 ഹദീസുകൾ ആ വിഷയത്തിൽ ഒന്ന് മൃഗം ചാടിപ്പോയാൽ പിടിച്ചു കെട്ടുക, അള്ളാഹുവിൻ്റെ അടിമകളെ പിടിച്ചു വെക്കുകയും എന്ന് പറയുന്ന ഹദീസ്, അതേ പ്രകാരം തന്നെ വഴി പിഴച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വഴി അറിയിച്ചു തരണം, അല്ലെങ്കിൽ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ വിജന പ്രദേശത്ത് വെച്ച് മറ്റ് വല്ല പ്രയാസങ്ങളും നേരിട്ടുണ്ടെങ്കിൽ അടിമകളെ സഹായിക്കുക എന്ന് പറയുന്ന ഹദീസ്, ഇങ്ങനെ ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുകയോ തെളിവാക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടോ ഞാൻ ഉദ്ദേശിക്കുകയും പറയുകയും ചെയ്യാത്ത ഹദീസ് എടുത്തിട്ട് എന്നെ വിമർശിക്കുന്ന ആളുകൾ ആ ഹദീസ് ദുർബലാണ് എന്ന് പറയാറ്. വാസ്തവത്തിൽ ഈ ഹദീസ് ഞാൻ എൻ്റെ കൃതിയിൽ തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് ഞാൻ എഴുതിയ പുസ്തകത്തിൽ തന്നെ ആ ഹദീസുകൾ ദുർബലമാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് അനുസരിച്ച് പിന്നെ സംസാരിക്കുന്ന കേൾവിക്കാർ വെറുതെ ഉണ്ടാക്കി ആരോപിക്കുന്ന ആളുകൾ ആ ഹദീസ് ദുർബലമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഉണ്ടാക്കി. അത് കേട്ട് എല്ലാവരും വഞ്ചിതരായി. ഇങ്ങനെ ഒരു വഴിപ്പായ ഹദീസ് എടുത്തിട്ട് ഉപര് എന്ത് പറയുന്നു? പ്രാർത്ഥിക്കാന്ന് പറയുന്നു, സഹായം തേടാന്ന് പറയുന്നു. ഒന്നും കൂടി പറയട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് ആരോട് പ്രാർത്ഥിക്കുന്നു ചുറ്റാകുന്നു. സഹായം തേടണമെന്നോ തേടേണ്ടതാണെന്നോ ഇസ്ലാഹിൽ എഴുതിയിട്ടേ ഇല്ല. ഇതാണ് അറിയിക്കാനുള്ളത്.